Welcome to Karthik's Stories. പ്രിയ പ്രണയിനി ഭാഗം 30. രചനയും അവതരണവും രഘുദാസ് കാട്ടുങ്കൽ. ജോസഫും അൻവറും കൂടി സജീവന്റെ മൃതദേഹവും പരിസരവും പരിശോധിക്കുമ്പോൾ ദേവൻ മെല്ലെ ഗൗരിയുടെ അടുത്തേക്ക് നടന്നു. അവന്റെ ബൂട്ട്സിനടിയിൽ കരിയിലകൾ ഞെരിഞ്ഞ് ശബ്ദമുണ്ടാക്കി. ഗൗരി. അവന്റെ ശബ്ദം ഇടറിയിരുന്നു. വിറയ്ക്കുന്ന കൈകളോടെ അവൻ അവളുടെ തോളിൽ ഒന്ന് തൊട്ടു. ആ സ്പർശനം ഒരഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുന്നത് പോലെയാണ് അവളിൽ പ്രവർത്തിച്ചത്. ഞെട്ടിത്തരിച്ചുകൊണ്ട് അവൾ തല ഉയർത്തി. മുന്നിൽ നിൽക്കുന്ന ദേവനെ കണ്ടതും പിടിച്ചു വെച്ചിരുന്ന സങ്കടവും ഭയവും അണക്കെട്ട് പൊട്ടിയതുപോലെ പുറത്തേക്കൊഴുകി. ഒരു പൊട്ടിക്കരച്ചിലോടെ അവൾ എഴുന്നേറ്റ് അവനെ വട്ടം ചുറ്റിപ്പിടിച്ചു. അവളുടെ നഖങ്ങൾ അവന്റെ തോളിൽ അമർന്നു. ശരീരം മുഴുവൻ അപ്പോഴും ഒരു ആലില പോലെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. പേടിക്കണ്ട, ഞാനുണ്ട്, ഞങ്ങളുണ്ട് കൂടെ. ദേവൻ അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ആ മുടിയിഴകളിൽ തലോടി. അവന്റെ കണ്ണുകൾ അപ്പോഴും അല്പം അകലെ താഴെ കിടക്കുന്ന സജീവന്റെ നിശ്ചലമായ ശരീരത്തിലായിരുന്നു. അല്പനേരം കഴിഞ്ഞ് അവളുടെ കരച്ചിലൊന്നടങ്ങിയപ്പോ ദേവൻ അൻവറിനെ നോക്കി. വാ, നമുക്കകത്തേക്ക് പോവാം. ദേവൻ ഗൗരിയെ താങ്ങിപ്പിടിച്ച് വീട്ടിലേക്ക് നടന്നു. പിന്നാലെ അൻവറും. ജോസഫ് അപ്പോൾ സൂക്ഷ്മമായ കണ്ണുകളോടെ ആ കാവിനുള്ളിൽ സജീവന്റെ മൃതശരീരത്തിലും ചുറ്റുമുള്ള മണ്ണിലുമൊക്കെ എന്തൊക്കെയോ തിരയുകയായിരുന്നു. വീടിന്റെ മുറ്റത്തേക്ക് കടക്കുമ്പോഴും ചുറ്റുവട്ടത്തുള്ളവർ ഗേറ്റിനരികിൽ കൂടി നിൽപ്പുണ്ടായിരുന്നു. ഗൗരിയെ ദേവൻ താങ്ങി പിടിച്ചു കൊണ്ടുപോകുന്നത് കണ്ടപ്പോ ആൾക്കൂട്ടത്തിനിടയിൽ നിന്നും മുറുമുറുപ്പുകൾ ഉയർന്നു. ഞാൻ പറഞ്ഞില്ലേ, അവളല്ലാതെ ആരാ ഇത് ചെയ്യുക? കൂട്ടത്തിൽ വലിയ പറമ്പിലെ പ്രഭാകരൻ ശബ്ദം താഴ്ത്തി പറഞ്ഞു. അതെ അതെ, പണ്ടൊരിക്കൽ അവള് അയാളെ കൊല്ലാൻ നോക്കിയതല്ലേ, അതിന്റെ ബാക്കിയാവും ഇപ്പൊ തീർത്തത്. മറ്റൊരു സ്ത്രീ അത് ഏറ്റുപിടിച്ചു. ആ വാക്കുകൾ അമ്പുകൾ പോലെയാണ് ദേവന്റെ കാതുകളിൽ തറച്ചത്. അവൻ പല്ലുകൾ ഞെരിച്ചു. ഗൗരി അതൊന്നും കേൾക്കാതിരിക്കാൻ അവൻ അവളെ ഒന്നുകൂടി ചേർത്ത് പിടിച്ചു. വീടിന്റെ വരാന്തയിലേക്ക് കയറുന്നതിനിടയിൽ ദേവൻ വെറുതെ ഒന്ന് തിരിഞ്ഞു നോക്കി. മതിലിനപ്പുറം കല്ലാട്ടെ ഉമ്മറത്ത് തൂണിൽ പിടിച്ചു നിൽക്കുന്ന അമ്മയുടെ രൂപം അവൻ കണ്ടു. ഇരുട്ടിൽ ആ മുഖത്തെ ഭാവം അവ്യക്തമായിരുന്നു. എങ്കിലും അമ്മ എല്ലാം കാണുന്നുണ്ടെന്ന് അവന് മനസ്സിലായി. അകത്തേക്ക് കയറിയ ദേവൻ ഗൗരിയെ ഒരു കസേരയിലേക്ക് ഇരുത്തി. പരവേശം എടുത്തതുപോലെ അവൾ കിതയ്ക്കുന്നുണ്ടായിരുന്നു. മേശപ്പുറത്തിരുന്ന ജഗ്ഗിൽ നിന്നും ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് അവൻ അവളുടെ ചുണ്ടോട് ചേർത്ത് കൊടുത്തു. വിറയ്ക്കുന്ന കൈകളാൽ താങ്ങി പിടിച്ചുകൊണ്ട് അവൾ അത് കുടിച്ചു. വെള്ളം തൊണ്ടയിലൂടെ ഇറങ്ങിയപ്പോ അവൾക്കല്പം ആശ്വാസം ലഭിച്ചതുപോലെ തോന്നി. അൻവർ വാതിൽക്കൽ കാവൽ പോലെ നിന്നപ്പോ ദേവൻ മറ്റൊരു കസേര വലിച്ചിട്ട് അവളോട് ചേർന്നിരുന്നിട്ട് അവളുടെ കൈകളിൽ പിടിച്ചു. ഗൗരി, പറയൂ, എന്താ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? അവൻ വളരെ സാവധാനമാണത് ചോദിച്ചത്. ഗൗരിയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. അവൾ തുറന്നു കിടന്നിരുന്ന ജനാലയിലൂടെ പുറത്തേക്ക് നോക്കിക്കൊണ്ട് നടന്ന കാര്യങ്ങൾ ഓർത്തെടുക്കാൻ ശ്രമിച്ചു. ദേവേട്ടൻ എന്നെ ഇവിടെ കൊണ്ടുവിട്ടിട്ട് പോയില്ലേ? അവൾ ഇടറുന്ന ശബ്ദത്തിൽ പറഞ്ഞു തുടങ്ങി. അത് കഴിഞ്ഞ് ഞാൻ വാതിലടച്ച് അത്താഴം ഉണ്ടാക്കാൻ അടുക്കളയിലേക്ക് കയറിയതാ. അപ്പോഴാ പുറത്ത് സജീവന്റെ ഒച്ച കേട്ടത്. അവൾ ഒന്ന് നിർത്തി ശ്വാസം വലിച്ചെടുത്തു. അയാൾ വല്ലാതെ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. ആരാടി കാവിലെ വേലി പൊളിച്ചത്? നിനക്കല്ലാതെ വേറെ ആർക്കാടി ഇത്ര ധൈര്യം എന്നൊക്കെ ചോദിച്ചായിരുന്നു ബഹളം. അയാൾ തെറി വിളിച്ചും കൊണ്ട് വാതിൽ ആഞ്ഞടിച്ചു. തുറക്കാൻ പറഞ്ഞ അലറി. എന്നിട്ട് നീ വാതിൽ തുറന്നോ? ഇല്ല ദേവേട്ട, ഞാൻ പേടിച്ച് വാതിൽ തുറന്നില്ല. കുറെ നേരം അയാൾ വാതിൽ തല്ലി. പിന്നെ അയാൾ കാവിന്റെ ഭാഗത്തേക്ക് പോയി. അവിടെ നിന്നും ചീത്ത വിളിക്കുന്നത് കേൾക്കായിരുന്നു. ഗൗരിയുടെ മുഖത്ത് ഭീതിയുടെ നിഴൽ പരന്നു. പെട്ടെന്ന് ആരൊക്കെ ഓടുന്ന ശബ്ദം കേട്ടത്. പിന്നാലെ കാവിനുള്ളിൽ നിന്നും വലിയൊരു ബഹളം, എന്തൊക്കെ തല്ലിപ്പൊളിക്കുന്ന ശബ്ദം. ഞാൻ ജനാലെ കൂടെ നോക്കാൻ പോയപ്പോഴേക്കും ഒരു അലർച്ച, മനുഷ്യൻ്റെതല്ലാത്തതുപോലെ വേദന കൊണ്ട് പൊളയുന്ന ഒരു നിലവിളി കേട്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ ജനാൽപാളിയിലൂടെ നോക്കുമ്പോ എന്ത് കണ്ടു? ദേവൻ ആകാംക്ഷയോടെ മുന്നോട്ടാഞ്ഞു. ആരോ ഒരാള് ഇരുട്ടിലൂടെ ഓടി മറയുന്നത് കണ്ടു. അതോടൊപ്പം ഗൗരി ഓടി വായോ എന്ന് ഉറക്കെ വിളിക്കുന്നതും കേട്ടു. അത് സജീവന്റെ ശബ്ദമായിരുന്നോ അതോ മറ്റാരുടേതെങ്കിലും ആണോ എന്ന് എനിക്ക് അറിയില്ല ദേവേട്ട. പേടി ഉണ്ടായിരുന്നെങ്കിലും എന്താ സംഭവിച്ചതെന്നറിയാൻ ഞാൻ വാതിൽ തുറന്ന് ഓടിച്ചെന്നു. ചെല്ലുമ്പോ കഴുത്തിൽ വെട്ടേറ്റ്
മണ്ണി കിടന്ന് പിടയുന്ന സജീവനെയാ ഞാൻ കണ്ടത്. ആ ചോര, തുറന്നിരുന്ന കണ്ണുകൾ, എനിക്ക് എനിക്ക് വാക്കുകൾ പൂർത്തീകരിക്കാനാവാതെ അവൾ വീണ്ടും പൊട്ടിക്കരഞ്ഞു. ദേവൻ അവളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു. ആ സമയത്തായിരുന്നു ദേവന്റെ പോക്കറ്റിലെ ഫോൺ ശബ്ദിച്ചത്. വിശ്വനാണ് അതെന്ന് കണ്ടതും അവൻ കോൾ എടുത്തു. ഹലോ വിശ്വ. ആ ദേവ, എന്താ അവിടെ അവസ്ഥ? വിശ്വന്റെ ശബ്ദത്തിലെ ഉത്കണ്ഠ അവൻ തിരിച്ചറിഞ്ഞു. സജീവൻ കൊല്ലപ്പെട്ടു വിശ്വ. കാവിനകത്ത് വെട്ടേറ്റ് കിടക്കുക. ഗൗരി ആകെ തകർന്നിരിക്കുക. ദേവൻ ചുരുക്കത്തിൽ കാര്യങ്ങൾ പറഞ്ഞു. മറു തലയ്ക്കൽ ഒരു നിമിഷത്തെ നിശബ്ദത. പിന്നെ വിശ്വം പറഞ്ഞു, ഓക്കെ, നീ അവിടെ നിൽക്ക്, വേണ്ടതൊക്കെ ചെയ്. ഞാനേ ഇപ്പോൾ തന്നെ DYSP രഞ്ജനെ വിളിക്കാം. കാര്യങ്ങളൊക്കെ കൈവിട്ടു പോകാതെ നോക്കണം. തൽക്കാലം ഞാൻ അങ്ങോട്ട് വരുന്നില്ല. ഞാൻ നേരിട്ട് ഇടപെട്ടു എന്നൊരു പേര് വേണ്ട. അത് ശരിവെച്ചിട്ട് ഫോൺ കട്ട് ചെയ്ത് ദേവൻ തിരിയുമ്പോഴേക്കും ജോസഫ് മുറിയിലേക്ക് കയറി വന്നു. അയാളുടെ മുഖത്ത് ഗൗരവവും ഒപ്പം എന്തോ കണ്ടെത്തിയതിന്റെ തെളിച്ചവും ഉണ്ടായിരുന്നു. എന്തായി ജോസഫേ? ദേവൻ ചോദിച്ചു. ജോസഫ് അൻവറിനെയും ദേവനെയും നോക്കി ശബ്ദം താഴ്ത്തി. അതൊരു ഒറ്റവെട്ടിന് തീർത്ത കൊലപാതകമല്ല സാർ. അവിടെ ശക്തമായ മൽപ്പിടുത്തം നടന്നിട്ടുണ്ട്. ചെടികളും വള്ളികളുമൊക്കെ ചവിട്ടി മെതിച്ച നിലയിലാ. ഗൗരിയെ ഒന്ന് നോക്കിയിട്ട് ജോസഫ് തുടർന്നു. പിന്നെ അവിടെ സജീവന്റെ ഷൂസിന്റെ പാടുകൾ മാത്രമല്ല ഉള്ളത്. മണ്ണിൽ നല്ല ആഴത്തിൽ പതിഞ്ഞ വേറൊരു ഫുട്പ്രിന്റ് കൂടി കണ്ടു. നല്ല വലിപ്പമുള്ള, അത്യാവശ്യം ഭാരമുള്ള, ഉയരമുള്ള ഒരാളുടെ കാലടയാളമാണത്. അത് കേട്ടപ്പോൾ ദേവന്റെ ഉള്ളിലുണ്ടായിരുന്ന വലിയൊരു ഭാരം ഒഴിഞ്ഞു പോയതുപോലെ തോന്നി. ഗൗരി പറഞ്ഞതും ജോസഫ് കണ്ടതും ഒത്തുപോകുന്നു. ആൾക്കൂട്ടം പറയുന്നത് പോലെ ഇത് ഗൗരി ചെയ്തതല്ല എന്നതിന്റെ ഒരു തെളിവ് കിട്ടിയതിന്റെ ആശ്വാസമായിരുന്നു അവന്റെ മുഖത്ത്. ദേവൻ ഗൗരിയുടെ തലയിൽ ഒന്നുകൂടി തലോടി. നീ ഇവിടെ ഇരിക്കേ, പേടിക്കണ്ട, ഞങ്ങൾ പുറത്തുണ്ടാകും. അൻവറിനെ ഗൗരിയുടെ കൂടെ നിർത്തിയിട്ട് ജോസഫിനൊപ്പം ദേവൻ വീണ്ടും ആ ഇരുളടഞ്ഞ കാവിനകത്തേക്ക് നടന്നു. പുറത്തു കൂടി നിന്നിരുന്ന ആളുകൾ അപ്പോഴും അവരുടേതായ അഭിപ്രായങ്ങൾ പങ്കുവെക്കുന്ന തിരക്കിലായിരുന്നു. പോലീസ് ജീപ്പുകൾക്ക് മുകളിലെ കറങ്ങുന്ന ചുവത വെളിച്ചം കാവിനകത്തേക്ക് ഇടയ്ക്കിടെ അസ്വാഭാവികമായ ചോര നിറം പടർത്തി. DYSP രഞ്ജന്റെ കൂടെ ASI വർഗീസും വിരലടയാള വിദഗ്ധരും ഫോട്ടോഗ്രാഫേഴ്സും ഉണ്ടായിരുന്നു. കാക്കിയുടെ ഗാംഭീര്യത്തിനുമപ്പുറം അനുഭവപ്പഴക്കമുള്ള ഒരു കുറ്റാന്വേഷകന്റെ കൂർമ്മത ആ കണ്ണുകളിൽ തെളിഞ്ഞു നിന്നു. പോലീസ് ആര്യകത്തെ ഗേറ്റിന് മുന്നിൽ ടേപ്പ് കെട്ടി ജനങ്ങളെ അകറ്റി നിർത്തിയിട്ട് കാവിനകത്ത് പെട്രോമാക്സ് ലൈറ്റുകളുടെ വെളിച്ചത്തിൽ മഹസർ നടപടികൾ ചെയ്യുകയായിരുന്നു. പറയൂ ദേവൻ, എന്താ നിങ്ങളുടെ നിഗമനങ്ങൾ? നിങ്ങൾ വരുമ്പോ ഈ വീട്ടിലെ പെൺകുട്ടി ഗൗരി കാവിനകത്തുണ്ടായിരുന്നു എന്നല്ലേ പറഞ്ഞത്? ജീപ്പിൽ ചാരി നിന്ന് ദേവനോട് സംസാരിക്കുകയായിരുന്നു രഞ്ജൻ. അതെ സർ, കാവിലെ നിലവിളി കേട്ട് ഓടിയെത്തിയെന്നാ അവൾ പറഞ്ഞത്. ഗൗരിയെ ഞങ്ങൾ ആദ്യം ഒന്ന് സംശയിച്ചെങ്കിലും പിന്നീട് അങ്ങനെയല്ല എന്ന് മനസ്സിലായി. ഇതൊരു സാധാരണ കൊലപാതകമാണെന്ന് തോന്നുന്നില്ല. സജീവൻ കൊല ചെയ്യപ്പെട്ടത് കാവിലെ തറയിൽ കുത്തിവെച്ചിരുന്ന ആ വാള് കൊണ്ടാണ്. പക്ഷേ ആ വാള് വർഷങ്ങളായിട്ട് അവിടെ തറയില് സിമന്റ് ഇട്ട് ഉറപ്പിച്ചിരിക്കുകയായിരുന്നു. സാധാരണ ഒരാൾക്ക്, പ്രത്യേകിച്ച് ഗൗരിയെ പോലൊരു പെൺകുട്ടിക്ക്, അത് ഒറ്റയടിക്ക് വലിച്ചു പറിച്ചെടുത്ത് ഒരാളെ വെട്ടാൻ കഴിയില്ല. രഞ്ജൻ താഴെ കിടന്നിരുന്ന ആ വാളിലേക്ക് ഒന്ന് നോക്കി. രക്തം പുരണ്ട ആ ഇരുമ്പ് വാൾ തറയിൽ നിന്നും ഇളകി മാറിക്കിടക്കുകയാണ്. മാത്രമല്ല സർ, സജീവന്റേതല്ലാത്ത വേറൊരു കാൽപ്പാട് കൂടി കണ്ടിട്ടുണ്ട്. നല്ല വലിപ്പമുള്ള ഷൂസ് ധരിച്ച ഒരാളുടെ കാൽപ്പാട്. ഗൗരി പറഞ്ഞതും ആരോ ഒരാൾ ഓടിപ്പോകുന്നത് കണ്ടു എന്നാ. സജീവനുമായി മൽപ്പിടുത്തം നടന്നതിന്റെ ലക്ഷണങ്ങളും ഇവിടെയുണ്ട്. രഞ്ജൻ താടിയിൽ കൈ കൊടുത്തു. ഇൻട്രസ്റ്റിംഗ്. സ്നിഫർ ഡോഗ്സിനെ കൂടി വരുത്താം. ആ ഓടിയവൻ എങ്ങോട്ടാ ഓടിയതെന്ന് അറിയാൻ കഴിഞ്ഞാലോ? അതിന് മറുപടി പറയാൻ ദേവൻ തുനിയുമ്പോഴേക്കും ASI വർഗീസ് അവർക്കിടയിലേക്ക് കയറി വന്നു. അയാളുടെ കയ്യിൽ മഹസർ എഴുതുന്ന പാഡ് ഉണ്ടായിരുന്നു. സാറേ, മൂന്നാമതൊരാൾ ഉണ്ടെന്ന് സമ്മതിക്കാം. പക്ഷെ അതിനർത്ഥം ഈ വീട്ടിലുള്ളവർക്ക് ഇതിൽ പങ്കില്ല എന്നല്ലല്ലോ. വീടിനോട് ചേർന്ന കാവിനകത്താ കൊലപാതകം നടന്നിരിക്കുന്നത്. അകത്ത് ആ സമയം ഗൗരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആര് വന്നാലും അവരറിയാതിരിക്കില്ല. ദേവനെ ഒന്ന് നോക്കിയിട്ട് വർഗീസ് തുടർന്നു. പിന്നെ സാറിന് അറിയാലോ ഗൗരിയുടെ ഫ്ലാഷ് ബാക്ക്. ആദ്യ രാത്രിയിൽ സജീവനെ കൊല്ലാൻ നോക്കിയവളാ ഈ ഗൗരി. അന്ന് കയ്യിൽ കിട്ടിയത് കുപ്പിയായിരുന്നു. ഇന്ന് കിട്ടിയത് വാളാണെന്ന് മാത്രം. അവസരം കിട്ടിയപ്പോ പഴയ പക വീട്ടിയതാകാനും വഴിയുണ്ട്. ദേവന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. വർഗീസ് സാറേ, അന്നത് ചെയ്തതിനുള്ള ശിക്ഷയും അവൾ അനുഭവിച്ചു കഴിഞ്ഞതാ. ഇനി പുതിയ കഥകളുമായിട്ട് വരണ്ട. ഒരു പെൺകുട്ടി വിചാരിച്ചാൽ ആ വാൾ ഇളക്കിയെടുക്കാൻ സാധിക്കില്ല എന്നത് സാമാന്യബോധമുള്ള ആർക്കും മനസ്സിലാവും. വർഗീസ് കുലുങ്ങിയില്ല. അയാൾ പേനയുടെ അറ്റം കൊണ്ട് താടി ഒന്ന് ചൊറിഞ്ഞു. സാറേ, സാറിനേക്കാൾ സർവീസ് കൂടുതലുള്ളതിന്റെ അനുഭവത്തിൽ പറയുന്നതാ.
ദേഷ്യം വന്നാലേ ഈ പെണ്ണുങ്ങൾ ഇതിനപ്പുറവും ചെയ്യും. പിന്നെ വർഗീസ് ഒന്ന് നിർത്തി അർത്ഥഗർഭമായി ദേവനെ നോക്കി. ഒരാളോടുള്ള അമിതമായ അടുപ്പം കൊണ്ട് അവര് ചെയ്ത കുറ്റങ്ങൾ കാണാതിരിക്കാൻ ശ്രമിക്കുന്നതും കുറ്റവാളിയെ സംരക്ഷിക്കാൻ നോക്കുന്നതിന് തുല്യമാ. ഞാനൊന്ന് ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ. ദേവൻ ചുണ്ടിന്റെ കോൺ ഉയർത്തി ഒന്ന് ചിരിച്ചു. സത്യം എന്താണെന്ന് തെളിയട്ടെ വർഗീസേ, അപ്പോ നമുക്ക് നോക്കാം ആരാരെയാ സംരക്ഷിക്കുന്നതെന്ന്. വർഗീസ് തോളൊന്നു കുലുക്കി ഒരു വക്രച്ചിരിയോടെ മഹസർ തയ്യാറാക്കുന്ന കോൺസ്റ്റബിൾമാരുടെ അടുത്തേക്ക് നടന്നു. ബോഡി മലർന്നു കിടക്കുന്ന നിലയില, കഴുത്തിന് വശത്തും കാലുകളിലും ആഴത്തിലുള്ള മുറിവ്, വലത് കൈ മടക്കി നെഞ്ചോട് ചേർത്തിരിക്കുന്നു. വർഗീസ് ഉറക്കെ ഓരോ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. ഫോട്ടോഗ്രാഫർ ഫ്ലാഷുകൾ മിന്നിച്ചുകൊണ്ട് ചിത്രങ്ങൾ പകർത്തുന്നു. വിരലടയാള വിദഗ്ധർ വാളിലും പരിസരത്തും പൗഡർ വിതറി പരിശോധന നടത്തുന്നു. രഞ്ജൻ ദേവന്റെ തോളിലൊന്ന് തട്ടി. വിഷമിക്കേണ്ട ദേവ, വർഗീസ് പറഞ്ഞത് അയാളുടെ നിഗമനമാ. നമുക്ക് തെളിവുകൾ നോക്കാം. ആ ഫുട് പ്രിന്റ്സ്, അതാണ് പ്രധാനം. നമുക്ക് അത് കാസ്റ്റ് ചെയ്തെടുക്കണം. രഞ്ജൻ അങ്ങോട്ട് നീങ്ങിയപ്പോ ദേവൻ അവിടെ തന്നെ നിന്നു. ചുറ്റും നടക്കുന്ന ഔദ്യോഗിക നടപടികൾക്കിടയിൽ കാവിനുള്ളിലെ ഇരുട്ട് തന്നെ നോക്കി പല്ലിളിക്കുന്നത് പോലെ അവന് തോന്നി. ഗൗരിയുടെ നിരപരാധിത്വം തെളിയിക്കുക എന്നത് വിചാരിച്ചത്ര എളുപ്പമാകില്ല. വർഗീസ് തനിക്കെതിരെ നിൽക്കണമെങ്കിൽ സദാനന്ദന്റെ ശക്തമായ പിന്തുണ അയാൾക്കുണ്ടായിരിക്കും. സജീവന്റെ മരണം, അജ്ഞാതനായ മൂന്നാമൻ, വർഗീസിനെ പോലെയുള്ളവരുടെ മുൻവിധികൾ, തനിക്ക് മുന്നിൽ നിഗൂഢതയുടെ വലിയൊരു ചുരുൾ അഴിയാതെ കിടക്കുന്നുവെന്ന് ദേവൻ തിരിച്ചറിഞ്ഞു. ആ ചുരുളുകൾ ഒരു കുരുക്കായി മാറുമോ എന്ന ഉത്കണ്ഠ അവന്റെ ഉള്ളിൽ മെല്ലെ തലപൊക്കി. തുടരും. പ്രിയ പ്രണയിനി അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കഥയ്ക്ക് അഭിപ്രായങ്ങളും ലൈക്കുകളും ഹൈപ്പും ഒക്കെ നൽകുന്നതിനോടൊപ്പം തന്നെ കഥയുടെ ലിങ്ക് കഴിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുത്തേക്കണേ. താങ്ക് യു. See you soon.